അപ്പോൾ നമുക്കിന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വേറൊന്നുമില്ല, നമ്മുടെ ഈത്തപ്പനയിൽ ഈത്തപ്പഴമൊക്കെ ഏകദേശം ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതാ കണ്ടില്ലേ, നമ്മൾ നേരത്തെ കാണിച്ചപ്പോൾ ചെറുതായിരുന്നു. ഇപ്പോൾ ഈത്തപ്പഴമൊക്കെ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ധാരാളം കാച്ചിട്ടുണ്ട്. കണ്ടോ ഇല്ലേ, നേരത്തെ ചെറിയ പൂക്കളായിരുന്നപ്പോഴാണ് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ശരിക്കായിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഈത്തപ്പഴം. നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, വരൂ. ഇത് അടുത്തൊരു മൂടാണ് കേട്ടോ. ഇത് ഇത്തിരി വലിപ്പം വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു 3 മാസം വേണ്ട, ഒരു 2-2.5 മാസമൊക്കെ ആകുമ്പോൾ നല്ല കായൊക്കെ നല്ല വലിപ്പം വയ്ക്കും. അപ്പുറത്തെ മൂട്ടിലുണ്ട് കേട്ടോ, അങ്ങോട്ടൊക്കെ പോയി നോക്കാം. എന്താ ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, കായൊക്കെ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ തൈ ഈത്തപ്പനയാണ് കേട്ടോ, പക്ഷെ അതിൽ നല്ലവണ്ണം കാച്ചിട്ടുണ്ട്, നല്ല കായ് വന്നിട്ടുണ്ട്. പിന്നെ വേറെ ഒരു മൂടുണ്ട്, വലിയ മരമാണ് കേട്ടോ, അത് വലിയ പനയാണ് കേട്ടോ, കായ്പുണ്ട്. അതിൽ ആവശ്യത്തിന് ധാരാളം കാച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ നമ്മളിവിടുത്തെ ഈത്തപ്പഴ തോട്ടയാണ് കേട്ടോ. നല്ല വെയിലുണ്ട്, ഇപ്പം ചൂട് സമയമാണ്. ഇടയ്ക്കിതാ നമ്മളെ തിരക്കി പൂച്ചയും വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ പൂച്ചയുടെ കളിയാണ്. മാംഗോ, പിന്നെ അത്തിപ്പഴം, ബർബറി ഉണ്ട്. ബർബറി കാണിച്ചില്ല ഞാൻ, ഇടയ്ക്ക് ബർബറിയുടെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഇതിൽ നല്ല കാച്ചിട്ടുണ്ടല്ലേ. ഇതാ കണ്ടില്ലേ, ഒക്കെ ബർബറി മരമാണ്. നല്ല മധുരമാണ് കേട്ടോ, പഞ്ചസാര തോറ്റു, അത്ര മധുരമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതാണ്, ഇന്നത്തെ വീഡിയോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈത്തപ്പനയുടെയൊക്കെ കാണിക്കുക കേട്ടോ. ഓരോ ആഴ്ച പോകും തോറും കായ്ക്കൊക്കെ നല്ല വലിപ്പമുണ്ടാവും. നല്ല ഇത്തവണ നല്ല വാരി കാച്ചിട്ടുണ്ടല്ലേ, ശരിക്കുണ്ട്. പിന്നെ ഇതാണ്ട് മാങ്ങ ഉണ്ട് കേട്ടോ, മാങ്ങ ഒക്കെ ഇതാ കുത്തിയിട്ടുണ്ട്. മാംഗോ, പിന്നെ വേറെ ഉണ്ട്. ഇത് അത്തിപ്പഴ ചെടിയാണ് കേട്ടോ. ഇപ്പം കണ്ടില്ലേ, അത്തിപ്പഴം വയ്ക്കുന്നുണ്ട്. ഇതിലിപ്പോൾ 2 എണ്ണേ കാച്ചിട്ടുള്ളൂ. ഇത് നമ്മുടെ കൃഷിയിടമാണ്. ഇത്തവണ കൃഷിയിട്ടതിൽ നമുക്ക് വഴുതന ഒരുപാട് കാച്ചിട്ടുണ്ട് കേട്ടോ. വഴുതന വെച്ചാൽ കത്തിരിക്കുക. കണ്ടില്ലേ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക.